ഷുക്കൂർ വക്കീലെ, താങ്കളാണ് ഇതിൽ നിരീക്ഷകനായി പങ്കെടുക്കുന്ന ഒരാൾ. പതിവിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഞാനൊരു നിരീക്ഷകനിൽ നിന്ന് ആരംഭിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ആമുഖത്തിൽ പരാമർശിച്ച ആ FB പോസ്റ്റ്, ബിനീഷ് കോടിയേരിയുടെ FB പോസ്റ്റ്, അത് PK ബുജേർ അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് പിന്നാലെ വന്നതാണ്. അച്ഛനെ പറ്റിയാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്, അച്ഛനെ പറ്റി മാത്രം എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ പോസ്റ്റ്. എല്ലാ ദിവസത്തെയും ഏതെങ്കിലും ഒരു സംഭവവികാസത്തോട് പ്രതികരിക്കുന്ന ഒരു നിരീക്ഷകൻ കൂടിയാണ് താങ്കൾ. അഭിഭാഷകനായിരിക്കെ തന്നെ, നടനൊക്കെ ആയിരിക്കെ തന്നെ. താങ്കൾ ആ പോസ്റ്റ് വന്ന ദിവസം തെരഞ്ഞെടുത്ത് പ്രതികരിച്ചത് അതിനോടാണ്. ബിനീഷ് ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. സഖാവ് കോടിയേരി ജീവിച്ചിരുന്നപ്പോഴും മരിച്ചതിന് ശേഷവും ബിനീഷുമായി പലവട്ടം പല കാര്യങ്ങളും സംസാരിച്ചിരുന്നു. അയാളുടെ ഉള്ളിൽ ഒരു കടൽ ഇരമ്പൊന്നുണ്ടായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞേയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഷെയർ ചെയ്തത്. ആ കടലിരമ്പത്തിൽ താങ്കൾ എന്താണ് കേട്ടത്? സമൂഹത്തിലെ സ്ഥാനം ഉപയോഗിച്ചും സോഷ്യൽ മീഡിയ നൽകുന്ന ഒളിവിടങ്ങളിൽ ഇരുന്നും ആക്രമിക്കപ്പെടുന്ന ഒരുപാട് ഇരകളുടെ വേദന, ആ സ്വരമാണ് താങ്കൾ കേട്ടിരിക്കുക. ഒരു വ്യക്തിയുടെ വിലാപം എന്നതിലേറെ ഒരു കൂട്ടം മനുഷ്യരുടെ വിലാപമായിട്ടാണ് താങ്കൾ അത് കേട്ടിട്ടുണ്ടായിരിക്കുക. ആ വിലാപത്തിന് താങ്കൾ കൊടുക്കുന്ന ഒരു ഭാഷ്യം എന്താണ്? അത് വെച്ച് ജനങ്ങളോട് താങ്കൾക്ക് എന്തു പറയാനുണ്ട്? ഷുക്കൂർ വക്കീൽ. തീർച്ചയായും നമ്മൾ വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ടുന്നൊരു വിഷയമാണ് കൈരളി ഇന്ന് ചർച്ചക്കെടുത്തത്. നമ്മൾ ഇത് ബഹുമാനപ്പെട്ട KT ജലീൽ MLA അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം, നമ്മുടെ സമൂഹത്തിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ പോലെ കാണാവുന്നൊരു പാർട്ടിയല്ല മുസ്ലിം ലീഗ് എന്നാണ്. മുസ്ലിം ലീഗ് ഒരു മതാത്മക പാർട്ടിയാണ്, മതം മാത്രം ബേസ് ചെയ്ത് കൊള്ളുന്ന പാർട്ടിയാണ്. ആ പാർട്ടി അതിൻ്റെ എല്ലാ ചടങ്ങുകൾ ആരംഭിക്കുന്നത് ഫാത്തിയ എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ അധ്യായം തൊട്ടിട്ട് ആ പ്രാർത്ഥനകൾ തുടങ്ങിയിട്ട് അതിൻ്റെ പ്രസിഡൻ്റ് എന്ന് പറയുന്ന ആൾ 100 പള്ളിയുടെ ഖാദിയാണ്. എല്ലാ ഘട്ടങ്ങളിലും മതത്തെ പരമാവധി ഉപയോഗിക്കുന്നൊരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അത്തരം ആൾക്കാർ തീർച്ചയായും മുസ്ലിം സമുദായത്തെക്കുറിച്ച് ഒരു കാഴ്ചപ്പാട് എല്ലാവർക്കും നേരത്തെ തന്നെയുണ്ട്. ഞാനൊരു സംഭവം സൂചിപ്പിക്കാനുള്ളത്, മുസ്ലിം ലീഗിൻ്റെ സ്ഥാപക പ്രസിഡന്റ് കായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബും അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന KM സീതി സാഹിബ്, നമ്മുടെ പഴയ നിയമസഭാ സ്പീക്കർ, അവർ കറാച്ചിയിലേക്ക് മദ്രാസിൽ നിന്ന് പോകുന്ന സമയത്ത് ബോംബെയിലെത്തിയ സമയത്ത്, അന്ന് ഇന്നത്തെ സൗകര്യങ്ങളില്ല ട്രെയിനിൽ, അവർ സെക്കൻഡ് ക്ലാസ് ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത്. ബോംബെയിലെത്തിയപ്പോൾ അവർക്ക് ചായ വേണം. അന്ന് ചായക്ക് ചില്ലറയില്ല കയ്യിൽ കൊടുക്കാൻ. അപ്പോൾ ഇസ്മായിൽ സാഹിബിൻ്റെ കയ്യിലുണ്ടായിരുന്ന അന്നത്തെ 50 രൂപ ഒരു പോർട്ടർക്ക് ചായ വാങ്ങാൻ കൊടുത്തു. അപ്പം സീതി സാഹിബ് പറഞ്ഞു 50 രൂപ വലിയ പൈസയാണ്. സീതി സാഹിബ് ചോദിച്ചു, അല്ല കായിദെ മില്ലത്ത് ഇത്രയും വലിയ തുക അയാൾക്ക് എങ്ങനെയാണ് കൊടുക്കുന്നത്? അപ്പം കായിദെ മില്ലത്ത് പറഞ്ഞൊരു മറുപടി, കായിദെ മില്ലത്ത് പറഞ്ഞത് അയാൾ ഖദർ ഉപയോഗിക്കുന്ന ആളാണ്, ഖദർ വസ്ത്രമാണ് ഇട്ടിട്ടുള്ളത്, അയാൾ നമ്മളെ പറ്റിക്കില്ല എന്നാണ്. മുസ്ലിം സമുദായത്തെക്കുറിച്ചും ഒരു പരിധിവരെ സമൂഹത്തിന് വലിയ തോതിൽ ഈ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ബാഫക്കി തങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന കാലത്ത്, ഒരുപക്ഷെ CH മുഹമ്മദ് കോയ സാഹിബൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന സമയത്ത് CH മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചിട്ട്, സ്പീക്കർ സ്ഥാനം രാജിവെച്ച് കുറ്റിച്ചിറയിൽ നടത്തിയ പ്രസിദ്ധമായൊരു പ്രസംഗമുണ്ട്. മുസ്ലിം ലീഗ് എല്ലാ സ്ഥലത്തും ആവർത്തിക്കുന്നൊരു പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ CH പറയുന്നത്, മുസ്ലിം ലീഗ് മന്ത്രിമാരെ നിങ്ങൾ കഴിവുകെട്ടവർ എന്ന് വിളിച്ചേക്കാം, പക്ഷേ ഞങ്ങൾ അഴിമതിക്കാർ എന്ന് വിളിക്കുന്നൊരു സാഹചര്യം ഈ പാർട്ടി ഉണ്ടാക്കില്ല എന്നാണ്. അപ്പം ആ ഒരു തലമുറയിൽ നിന്ന് മുസ്ലിം ലീഗിൻ്റെ പുതിയ ജെൻ സെഡിലേക്ക് ആ പാർട്ടിയുടെ ലീഡർഷിപ്പ് മാറിയപ്പോൾ ഉണ്ടാകുന്ന അപകടകരമായ പ്രവണതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ നിലയിലും ധാർമ്മികമായ മൂല്യങ്ങളില്ലാതെ ഏത് മനുഷ്യർക്കെതിരെയും ഏത് രീതിയിലും ആക്രമിക്കാൻ ഒരുമ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരെ നിരന്തരം നിർത്തിക്കൊണ്ട്, ബഹുമാനപ്പെട്ട കോടിയേരി സഖാവിനെ വളരെ കാലത്തെ ബന്ധം എനിക്കുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 10-15 വർഷത്തെ ബന്ധം അദ്ദേഹമായിട്ടുണ്ട്. എല്ലാ സമയത്തും മനുഷ്യരോട് ചിരിച്ചു മാത്രം പെരുമാറുന്ന ഒരാളാണ്. നമ്മൾ ഈ പത്രക്കാരെ, രാഷ്ട്രീയ നേതാക്കൾ ഡീൽ ചെയ്യുന്ന രീതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മളൊക്കെ പറയുന്ന ഒരു രീതി, കോടിയേരി സഖാവിൻ്റെ പത്രസമ്മേളനം ഒന്ന് വീണ്ടും നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് പത്രക്കാരെ ഡീൽ ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അങ്ങനെയുള്ളൊരു മനുഷ്യൻ വളരെ അവശനായി
അദ്ദേഹത്തിൻ്റെ ക്യാൻസർ ബാധിതനാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഒരു പരസ്യമായ കാര്യമാണ്, ചികിത്സിക്കുന്ന ഘട്ടത്തിലാണ്. അദ്ദേഹത്തിൻ്റെ മകനെതിരെ യാതൊരു അടിസ്ഥാനവുമില്ലാതെ, വളരെ ആവർത്തിച്ച് പറയുന്ന യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഒരു ആരോപണം പബ്ലിക് ഡൊമൈനിൽ ഉന്നയിക്കുകയാണ്. 1-2 പ്രാവശ്യം നിരന്തരം ഉന്നയിക്കുകയാണ്. എന്താണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട യൂത്ത് ലീഗിൻ്റെ ഇന്നത്തെ ജനറൽ സെക്രട്ടറിക്ക് കിട്ടിയ നേട്ടം എന്നത് വിനീഷ് കോടിയേരിയുടെ ചോദ്യം വളരെ പ്രസക്തമാക്കുന്നത് അതുതന്നെയാണ്. മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾക്ക് ചില നൈതികതയുണ്ടായിരുന്നു, അവർ കാര്യങ്ങൾ പറയുന്നതിൽ ചില ആദർശം ഉണ്ടായിരുന്നു. എല്ലാ കാലത്തും മുസ്ലിം ലീഗ് നേതാക്കൾ ഒരു പരിധിവരെ അങ്ങനെ തന്നെയാണ് ചെയ്തത്. ഇപ്പം KM സിദ്ദീഖ് സാഹിബ് മുതൽ അഹമ്മദ് സാഹിബ് വരെയുള്ള ആൾക്കാരെ പരിശോധിച്ച് നോക്കിയാൽ അവരുടെയൊക്കെ നിലപാടുകൾ, ഈവൻ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലും ആ ശ്രേണിയിൽ കെട്ടാവുന്ന ഒരാളാണെന്ന് ഞാൻ വിചാരിക്കുന്നവരാണ്. അവർ ഒരു കാര്യം ഉന്നയിക്കുന്ന സമയത്ത്, അവർ പബ്ലിക് ഡൊമൈനിൽ കാര്യം പറയുന്ന സമയത്ത് അതിനൊരു വിശ്വാസ്യത ഉണ്ടായിരുന്നു, പറയുന്നതിൽ പിൻബലുണ്ടായിരുന്നു. രാഷ്ട്രീയ ശത്രുക്കൾക്കെതിരെ എന്തും പറയുന്ന നിലപാട് മുസ്ലിം ലീഗ് ഇത്രയും കാലം തുടർന്ന് വന്നിരുന്നില്ല. ഇവിടെയാണ് മുസ്ലിം ലീഗിൻ്റെ പുതിയ തലമുറ ആൾക്കാർ പെട്ടുപോകുന്ന ദുരന്തത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏത് തരത്തിലാണ്? ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായുള്ള വാർത്തകൾ മുഴുവൻ ലീഗ് നേതാക്കൾ മയക്കുമരുന്ന് കേസിൽ പെടുന്നതാണ്. കാസർകോട്ടെ ഒരു നേതാവ് മസൂദ് എന്നയാൾ പേര്, ദേലമ്പാടി പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റായിരുന്നു അയാൾ. അതിനേക്കാൾ എനിക്ക് അപകടകരമായി തോന്നിയത് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. അതോടൊപ്പം അയാൾ വഹിക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത് സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. ഇപ്പോൾ സജീവൻ ചർച്ചയിലുണ്ട്. സുന്നി മഹല്ല് ഫെഡറേഷൻ എന്താണെന്ന് എന്നേക്കാളും സജീഷിനേക്കാളും അറിയുന്ന ഒരാളാണ് സജീവൻ. സുന്നി മഹല്ല് ഫെഡറേഷൻ കുറച്ച് ദിവസം മുമ്പാണ് മുസ്ലിം ലീഗിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി ലീഡർഷിപ്പിൽ മായിനാജി അടക്കമുള്ളവർ ആ കമ്മിറ്റിയെ പിടിച്ചത്. അങ്ങനെയുള്ള സുന്നി മഹല്ല് ഫെഡറേഷൻ എന്ന് പറയുന്ന സംസ്ഥയുടെ ഈ ഉമറാക്കളും ഉലമാക്കളും പണ്ഡിതന്മാരും സാധാരണക്കാരുള്ള ആൾക്കാർ ഉള്ളൊരു കോർഡിനേഷൻ കമ്മിറ്റിയാണ് സുന്നി മഹല്ല് ഫെഡറേഷൻ. ആ സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ പഞ്ചായത്തുകളിലൊന്നായ ദേലമ്പാടി പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ് ഈ മസൂദ്. പിന്നെയുള്ളത് ബോവിക്കാനം പഞ്ചായത്ത് മെമ്പറാണ്, അദ്ദേഹത്തെയാണ് പിടിച്ചിട്ടുള്ളത്. പിന്നെയുള്ളത് കൂടരഞ്ഞി പഞ്ചായത്ത് പ്രസിഡന്റ് സാദിഖലിനെയാണ്. ഇങ്ങനെ മുസ്ലിം ലീഗിൻ്റെ ലീഡർഷിപ്പിലെ ആൾക്കാർ 125 കിലോ കഞ്ചാവ് അല്ലെങ്കിൽ 10 ഗ്രാം MDMA, ഇങ്ങനെ ഇതിലൊന്നും ഒരു മടിയില്ലാതെ മുസ്ലിം ലീഗ് കാലം ഇത്രയും തുടർന്നു വരുന്ന എല്ലാ സമീപനങ്ങൾക്കും ഘടകവിരുദ്ധമായി. എന്നാൽ ഇവരെ ആർക്കെതിരെയും ഒരു നടപടിയും പാർട്ടി സ്വീകരിക്കുന്നില്ല. ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലെ കഴിഞ്ഞ 2021 മുതലൊരു സംഭവം ചന്ദ്രശേഖരന് അറിയാമെന്ന് എനിക്കറിയാം. MC കമറുദ്ദീൻ എന്ന് പറയുന്ന ഇവിടുത്തെ മുൻ MLA, മുസ്ലിം ലീഗിന് ജില്ലാ പ്രസിഡൻ്റായിരുന്ന ഒരാൾ 742 ആൾക്കാരിൽ നിക്ഷേപം വാങ്ങിയിട്ട് അദ്ദേഹം വലിയ തോതിൽ ആളെ വഞ്ചിക്കുകയാണ്. ഇന്ന് അദ്ദേഹം 10-100 ദിവസം അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടി വന്നു. ഇന്നിപ്പം നമ്മുടെ മലപ്പുറത്ത് നിന്ന് വരുന്ന വാർത്ത എന്താ? അവിടുത്തെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി, ജില്ലാ പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആൾക്കാരിൽ നിന്ന് 25 കോടി രൂപയാണ് കൊള്ളയടിച്ചിരിക്കുന്നത്. അപ്പം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി അതിൻ്റെ ആദർശങ്ങളിൽ നിന്ന് പൂർണ്ണമായി മാറിയിരിക്കുന്നു. അഴിമതിക്കാരുടെയും അതുപോലെ തന്നെ മയക്കുമരുന്ന് മാഫിയയുടെയും പിടിയിലാണെന്നുള്ള KT ജലീലിൻ്റെ ഭാഗത്ത് അടിവരയിടുന്നതാണ് സമീപകാലങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി. എനിക്ക് ഒറ്റ വാചകം കൂടി പറയാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് 2026 UDF 100 സീറ്റ് വാങ്ങി അധികാരത്തിൽ വരുമെന്നാണ് പറയുന്നത്. UDF ആണ് അധികാരത്തിൽ നിന്നെങ്കിൽ MC കമറുദ്ദീനെതിരെ കേസ് വരുമായിരുന്നില്ല, ഇന്നത്തെ ഹാരിസ് എന്ന് പറയുന്ന നേതാവിനെതിരെ കേസ് വരുമായിരുന്നില്ല, ഈ PK ഫിറോസിൻ്റെ ബ്രദർ പോലീസ് പിടിയിലാവുമായിരുന്നില്ല. നമ്മൾ ആവർത്തിച്ച് പറയുന്നു, ഈ മുസ്ലിം ലീഗ് നേതാക്കൾക്ക് ഒരാൾക്കെതിരെയും ഈ നാട്ടിലെ ഒരു നിയമം അനുസരിച്ച് നടപടിയെടുക്കാൻ പോലീസിന് കഴിയില്ല. ഈ കേരള സമൂഹത്തോട് ആവർത്തിച്ച് പറയാനുള്ളത്, മുസ്ലിം ലീഗിന് അധികാരത്തിൽ നിന്ന് മാറ്റിയാൽ മാത്രമേ ഈ നിയമവ്യവസ്ഥ ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. ഇത് കേരള സമൂഹത്തിന് അവർ അധികാരത്തിൽ ഇല്ലാഞ്ഞിട്ട് പോലും, ഒരു ഭരണവും സ്വാധീനം ഇല്ലാഞ്ഞിട്ട് പോലും ഇത്ര വലിയ തീവട്ടിക്കൊള്ളയും മയക്കുമരുന്ന് വിൽപ്പനയും നടത്താനുള്ള തൻ്റെ ഇടം കാണിക്കുന്നുവെങ്കിൽ തീർച്ചയായും അവർ അധികാരത്തിലുള്ള ഘട്ടത്തിൽ ഒരു നിയമത്തിന് മുന്നിൽ അവർ കീഴടങ്ങാൻ തയ്യാറാവില്ല. അത് കേരള സമൂഹം സൂക്ഷിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു.